ഹായ് ഫ്രണ്ട്സ്, കുറച്ച് സമയം കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന ചേരുവകൾ വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അവിലുണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 2 കപ്പ് വെള്ള അവിലെടുത്താണ് കേട്ടോ. വെള്ള അവിൽ തന്നെ വേണമെന്നില്ല, ചുവന്ന അവിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചീനച്ചട്ടി ചൂടായാൽ നമുക്ക് ഈ അവിൽ നന്നായിട്ട് വറുത്തെടുക്കാം. ചൂട് കൂടി പോവരുത്, അപ്പോൾ അത് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. അവലിങ്ങനെ കൈകൊണ്ട് നമ്മൾ അമർത്തുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുന്ന പരിവാകുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഈ വെള്ളവിലിന് തീരെ കനല്ല കേട്ടോ, വളരെ നൈസാണ്. അതിന് ശേഷം വീണ്ടും നമുക്ക് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ, ഞാൻ ഈ 2 കപ്പ് അവലിലേക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ. ആ 1 കപ്പ് തേങ്ങ നമുക്ക് നന്നായി വെള്ളം വറ്റി ഡ്രൈ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ച് ഈ ടൈമിൽ നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായ ശർക്കര എടുക്കാം. ഇനി വറുത്ത് മാറ്റി വെച്ച അവിൽ നമുക്ക് ചെറു ചൂടോടെ കൈകൊണ്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അവിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമായിട്ടത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. 4 മണിക്ക് അവർ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ഹെൽത്തി ആണല്ലോ. ഫ്ലേവറിന് വേണ്ടി നമുക്ക് 1 സ്പൂൺ ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടലയോ മുന്തിരിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം മാറ്റി വെച്ച ശർക്കര പാനി നമുക്ക് ഇതിലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ചൂടായതിന് ശേഷം കൈ കൊണ്ട് ഇളക്കാതെ നമുക്കൊരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവിൽക്കൂട്ട് നല്ല ചൂടൊക്കെ മാറി ചെറിയ ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നെയ്യൊക്കെ തടവി ഉണ്ട ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിലുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.